എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഈ ഒരു വീഡിയോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡിജിപിയുടെ ഏറ്റവും പുതിയ വെർഷന്റെ പ്രത്യേകതകളും സർവീസുകളെ കുറിച്ചിട്ടാണ്. നമുക്ക് ഏറ്റവും പുതിയ വെർഷൻ dgp.cc.cloud എന്ന സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിലവിലത്തെ ഏറ്റവും പുതിയ വെർഷൻ 7.6 ആണ്. ആൻഡ്രോയിഡ് വെർഷൻ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സർവീസ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇത് ഓൾറെഡി നമ്മൾ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. ഇതിൽ നമ്മുടെ ആദ്യം നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ CSID അടിച്ച് നമ്മൾ കൊടുത്തതിനു ശേഷം പ്രൊസീഡ് ചെയ്യുക. നമുക്ക് OTP വരും. ആദ്യം OTP എൻ്റർ ചെയ്തതിനു ശേഷം ഓതന്റിക്കേഷൻ ആണുള്ളത്. നമുക്കത് മുന്നോട്ട് പോകാം. നമ്മൾ OTP അടിച്ചു. നെക്സ്റ്റ് ഫിംഗർ ഓതന്റിക്കേഷൻ ആണ്. നമ്മൾ VLEയുടെ ഫിംഗർ വെക്കുക. അപ്പൊ നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ L0 വർക്കിംഗ് ആണ്. നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷൻ അനുസരിച്ചിട്ട് L1 ആണ് ഇനി വേണ്ടത്. ഇപ്പോ 1/7/2024 പ്രകാരം 2 മാസം കൂടി മന്ത്രയ്ക്ക് എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ഇനി വരുന്ന ഇതിന് ശേഷം കാണുന്ന ആളുകൾ മന്ത്ര L1 ആയിരിക്കും ഉപയോഗിക്കേണ്ടി വരാം. അപ്പൊ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമുക്ക് വേണ്ടത് ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ, RD വാലിഡിറ്റി ഉള്ള ഒരു ഫിംഗർ പ്രിന്റ് സ്കാനർ വേണം. സ്റ്റേബിൾ ആയിട്ടുള്ള ഇന്റർനെറ്റ് കണക്ഷൻ വേണം. അത്യാവശ്യം സ്പീഡുള്ള കമ്പ്യൂട്ടർ വേണം. അതാണ് നമുക്ക് DGPI വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇത് നമ്മുടെ ഡാഷ്ബോർഡ് ആണ്. DGPI ലോഗിൻ ചെയ്ത് വരുന്ന ഡാഷ്ബോർഡ് ആണ് ഇതിനകത്തുള്ളത്. നമുക്ക് ഈ വേർഷൻ 6 ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്താണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപത്തെ 2 വേർഷൻ തൊട്ട് നമുക്ക് ഓരോ വിഡ്രോവലിനും RBIയുടെയും അതുപോലെ തന്നെ NPCയുടെയും നിയമം അനുസരിച്ചിട്ട് ഓരോ വിഡ്രോവലിനും VLEയും അതുപോലെ തന്നെ കസ്റ്റമറും ഫിംഗർ വെക്കേണ്ട ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ആ വരുന്ന ഒരു നിയമം മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഒരു വട്ടം ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നത്തെ വിഡ്രോവലുകളിൽ VLEയുടെ തമ്പ് വേണ്ടി വരില്ല. കസ്റ്റമറുടെ തമ്പ് മാത്രം മതി എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ള വിവരങ്ങൾ. നമുക്ക് ഈ DGPI പറയുന്ന വേർഷനിൽ വരുന്ന 7.6 വരുന്ന സർവീസസ് ഒന്നും നമുക്ക് വിഡ്രോവൽ വന്നിട്ടുണ്ട്. നമുക്ക് AEPS വിഡ്രോവൽ അവൈലബിൾ ആണ്. ഒരാളുടെ ആധാർ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ആധാർ നമ്പറും ബാങ്കും സെലക്ട് ചെയ്തിട്ട്, അക്കൗണ്ട് നമ്പർ അല്ല ബാങ്ക് സെലക്ട് ചെയ്തിട്ട് 100 രൂപ മുതൽ 10,000 രൂപ വരെ നമുക്ക് വിഡ്രോ ചെയ്യാവുന്ന ഫെസിലിറ്റി വന്നിട്ടുണ്ട്. ഡെപ്പോസിറ്റ് സ്കീമും നമുക്കിപ്പോ ലൈവ് ആയിട്ടുണ്ട്. ഈ വേർഷനിൽ നമുക്ക് സെയിം മിനി സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. AEPS മിനി സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് സെയിം പ്രോസസ്സാണ് ഇതിനകത്തും വരുന്നത്. സെയിം തന്നെ ബാലൻസിംഗ് വരെ നമുക്ക് വരുന്നുണ്ട്. AEPSന്റെ വേണ്ട വിവരങ്ങൾ, അതായത് അവരുടെ ബാങ്ക്, അവരുടെ ആധാർ നമ്പർ, മൊബൈൽ നമ്പർ ആണ് വരുന്നത്. വാലറ്റ് ടോപ്പ് എന്ന് പറയുന്നത് DGPIയുടെ ഡാഷ്ബോർഡിലുള്ള പൈസ വെച്ചിട്ട് നമുക്ക് ഡിജിറ്റൽ സേവ പോർട്ടലോട് ടോപ്പ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ഓൾറെഡി ഉള്ളതാണ്. നമുക്കതും ഇവിടെ ലൈവ് ആണ്. പിന്നെ കാർഡ് ആൻഡ് പിൻ, നമ്മുടെ DGPIയുടെ മൈക്രോ ATM CSC ഗ്രാമീൺ വഴി വാങ്ങിക്കാവുന്ന മൈക്രോ ATM ഉപയോഗിച്ചിട്ട് DGPIയിലും ATM സർവീസുകൾ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത് പേ ഔട്ട് ഓപ്ഷൻ ആണ്. പേ ഔട്ട് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ DGPIയുടെ വാലറ്റിലുള്ള എമൗണ്ട് ക്യാഷ് വിഡ്രോവൽ ചെയ്യുമ്പോൾ നമ്മുടെ DGPIയുടെ വാലറ്റിൽ വരുന്ന എമൗണ്ട് നമുക്ക് നമ്മളുടെ ഓൺ ബാങ്ക് അക്കൗണ്ടിലോട്ട് രജിസ്റ്റർ ചെയ്ത ബാങ്കുകളിൽ മാറ്റാനുള്ള ഓപ്ഷനാണ്. പാസ്ബുക്ക് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എന്തൊക്കെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത് അറിയാവുന്ന പാസ്ബുക്ക് ഓപ്ഷൻ. ലോക്സ് സെപ്പറേറ്റ് എടുക്കും. നമ്മളൊരു വിഡ്രോവല് ചെയ്ത് കാണിക്കാനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ ആദ്യം കസ്റ്റമറിന്റെ ബാങ്ക് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം കസ്റ്റമറുടെ ആധാർ നമ്പർ അടിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞ പോലെ ഡീറ്റെയിൽസ് അടിച്ചതിനു ശേഷം ആദ്യത്തെ ട്രാൻസാക്ഷന് VLE ഓതന്റിക്കേഷൻ നമ്മൾ വെക്കുന്നു. തുടർന്നാണ് കസ്റ്റമറുടെ വെക്കേണ്ടത്. VLEയുടെ സക്സസ് ആയതിനു ശേഷം നമുക്ക് കസ്റ്റമറുടെ വെക്കേണ്ടതാണ്. നമുക്കിപ്പോൾ ഉള്ള ഇൻസ്ട്രക്ഷൻ പ്രകാരം ആദ്യത്തെ ഒരു വിഡ്രോവലിന് കസ്റ്റമർ VLEയുടെ ഓതന്റിക്കേഷൻ വേണം. പിന്നീട് അതിന്റെ ആവശ്യമില്ലെന്നാണ് ഇൻഫർമേഷൻ കിട്ടിയിരിക്കുന്നത്. ട്രാൻസാക്ഷൻ സക്സസ് ആണ്. ഇതാണ് AEPS വിഡ്രോവലിൽ വരുന്ന പ്രോസസ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയുടെ ആധാർ ഡീറ്റെയിൽസ് ഉപയോഗിച്ചുകൊണ്ട്, അവരുടെ ആധാർ നമ്പറും അക്കൗണ്ടും ഉപയോഗിച്ചുകൊണ്ട് അവരുടെ അക്കൗണ്ടിൽ നിന്ന്, ആധാർ സീഡഡ് ആയിട്ടുള്ള അക്കൗണ്ടിൽ നിന്നും AEPS ഫെസിലിറ്റി ഉപയോഗിച്ചതുകൊണ്ട് നമുക്ക് പൈസ വിഡ്രോ ചെയ്യാവുന്ന ഫെസിലിറ്റിയാണ് നമുക്ക് ഇതിനകത്ത് വരുന്നത്. ഈ സെയിം പ്രോസസ്സ് പ്രകാരമാണ് നമ്മൾ ഡെപ്പോസിറ്റ് ആണെങ്കിലും അതുപോലെ തന്നെ മിനി സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും ബാലൻസിംഗ് വരെയാണ് വരുന്നത്. നമ്മൾ വീഡിയോയുടെ ലെങ്ത് കൂടുന്നുള്ളത് കൊണ്ട് ലൈവ് ആയിട്ടുള്ള ഡെമോ കാണിക്കുന്നില്ല. അതുപോലെ തന്നെ വാലറ്റ് ടോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പോൾ ഒരു 100 രൂപ വിഡ്രോ ചെയ്യാൻ ശ്രമിച്ചാൽ നേരത്തെ നമ്മുടെ വാലറ്റിൽ 275 രൂപയാണ്. നമ്മൾ പാസ്ബുക്ക് കൊടുക്കുന്ന റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബാലൻസ് നമ്മുടെ വരും. ഇത് നമുക്ക് ഇവിടെ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഈ പൈസ നമുക്ക് CSC ഡിജിറ്റൽ സേവ പോർട്ടലോട്ട് ഉപയോഗിക്കാവുന്ന ഓപ്ഷനാണ് വാലറ്റ് ടോപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കിവിടെ സ്കാൻ ആൻഡ് പ്രൊസീഡ് ഫിംഗർ പ്രിന്റ് കൊടുത്തിട്ട് നമുക്ക് മുന്നോട്ട് പോകുന്നതാണ്. കാർഡ് ആൻഡ് പിൻ നേരത്തെ സൂചിച്ച പോലെ CSCയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള മൈക്രോ ATM ഡിവൈസുകൾ ഉപയോഗിച്ചിട്ട് പൈസ ATM വിഡ്രോവൽസും നമുക്ക് ഇതിനകത്ത് നടക്കാവുന്നതാണ്. പേ ഔട്ട് നേരത്തെ സൂചിപ്പിച്ചു. നമ്മളുടെ DGPI വഴി വിഡ്രോ ചെയ്തിട്ടുള്ള എമൗണ്ട് നമ്മളുടെ VLEയുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഓൺ അക്കൗണ്ടിലോട്ട് മാറ്റുന്നുള്ള പ്രോസസ്സാണ്. രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലോട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. ഇതിലെ നമുക്ക് നിലവിൽ DGPI ലൈറ്റ് എന്ന 2 പ്ലാറ്റ്ഫോംസ് ആണ് VLEകൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. DGPI ലൈറ്റിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് DGPI ലൈറ്റിൽ ഇച്ചിരി കൂടി
ഇച്ചിരി ഈസിയാണ്, നമ്മളുടെ ഈ ഇന്റർഫേസിൽ ഇച്ചിരി ബെറ്റർ ആണ് ഡിജിപ് എന്ന് പറയുന്നത്. ഡിജിപ് ലൈറ്റിന്റെ സർവീസസും അതുപോലെ ഇറങ്ങുന്ന വീഡിയോസും എങ്ങനെ അതിന്റെ സർവീസുകൾ ചെയ്യാമെന്നുള്ളതിനെ ഇറങ്ങുന്ന ഒരു ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഒരു സർവീസ് വഴി നമുക്ക് ഡിജിപേ എന്ന് പറയുന്ന സർവീസ് വഴി നല്ല രീതിയിൽ കസ്റ്റമർ ഏൺ ചെയ്യാനും കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. നമ്മളെപ്പോഴും വീഡിയോയിലെടുത്ത് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അറ്റ്ലീസ്റ്റ് നമ്മുടെ സെന്ററിൽ വരുന്ന 3000 രൂപയ്ക്ക് മുകളിലുള്ള ഓരോ കറണ്ട് ബില്ല്, ഉദാഹരണം ലാസ്റ്റ് നമ്മൾ PM കിസാൻ കേസിൽ പറഞ്ഞിരുന്നു 2000 രൂപ വിഡ്രോ ചെയ്യുമ്പോൾ 7 രൂപയാണ് ഒരു VLക്ക് ഇതിന് കമ്മീഷനായിട്ട് കിട്ടുന്നത്. അപ്പൊ അത്രയും നല്ലൊരു കമ്മീഷൻ റേറ്റില് വേറെ കമ്പനികളെ ഇല്ല എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു അവസരം ഉപയോഗിക്കാവുന്നതാണ്. 2000-ന് മുകളിലുള്ള ഓരോ ബിൽ പേയ്മെന്റും ഓരോ സർവീസ് ചാർജും ഡിജിപേ വഴി വിഡ്രോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുവഴി കസ്റ്റമേഴ്സിന് നമ്മളുടെ അവിടെ ഇത്തരത്തിലുള്ള ഫെസിലിറ്റി ഉണ്ട് എന്നുള്ള വിവരം കൊടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അഡീഷണലി ഒരു 7 രൂപ ഒരു സർവീസ് ചാർജ് ആയിട്ട് വരും. 3000-ന് മുകളിലുള്ള ഓരോ എമൗണ്ടിനും 11 രൂപ 92 പൈസയാണ് ഇതിന്റെ കമ്മീഷനായിട്ട് വരുന്നത്. എല്ലാവരും മാക്സിമം ഡിജിപേ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വെർഷന്റെ NPS PAN ITR-ന്റെ റീഡയറക്ഷൻ ലിങ്കുകൾ നമുക്ക് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആ പോർട്ടലോട്ടാണ് പോകുന്നത്. അങ്ങനെ നമുക്ക് ഈ ഡിജിപേ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഡിജിപേ ലൈറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് ഇതിന്റെ താഴെയുള്ള ഡിസ്ക്രിപ്ഷനിലിരുന്ന ലിങ്ക് ഉപയോഗിച്ചിട്ട് ആ വീഡിയോ കൂടി റെഫർ ചെയ്യാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന എല്ലാവരുടെ അടുത്തും എല്ലാവരും വീഡിയോ മുഴുവനായും ഡിജിപേ ലൈറ്റിന്റെ വീഡിയോ മുഴുവനായിട്ടും കണ്ടിട്ട് ഡിജിപേ ലൈറ്റ് രണ്ടും ഒരുപോലെ VLക്ക് ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യം നമുക്ക് നിലവിലുണ്ട്. ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ എന്തെങ്കിലും സെർവർ ഡൗൺ എന്തെങ്കിലും ആവുകയാണെങ്കിൽ VLകൾക്ക് ഡിജിപേ അല്ലെങ്കിൽ ഡിജിപേ ലൈറ്റ് മാറി ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു.